മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. ഡ്രൈവർ യദുവിനെതിരെ നഗരസഭ പാസാക്കിയ പ്രമേയം പിൻവലിക്കണമെന്ന് ബി.ജെ.പി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ബി.ജെ.പി കൗൺസിലർമാർ കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. മേയർ മുഴുവൻ നാക്കെടുത്താൽ ഇന്ന് വരെ ഒരു സത്യം പറഞ്ഞിട്ടില്ലല്ലോ. മേയർ പറഞ്ഞിട്ടുള്ള മുഴുവൻ കളവാണ്. മേയർ പറഞ്ഞിട്ടുള്ള മുഴുവൻ കളവാണ്. മേയർ കഴിഞ്ഞ പ്രാവശ്യം DRNല് വാക്കാൽ പ്രമേയം LDFന് വേണ്ടി കൊണ്ടുവന്നു. ആ LDFന് വേണ്ടി കൊണ്ടുവന്ന വാക്കാൽ പ്രമേയത്തിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോയി. അവരുടെ അംഗസംഖ്യ വെച്ച് അവർ പാസ്സാക്കി. വാക്കാൽ പ്രമേയം അവതരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് ബഹിഷ്കരിച്ചു പോയത്. അല്ലാതെ ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടല്ലല്ലോ ഇറങ്ങിപ്പോയത്. പാസ്സാക്കാൻ വേണ്ടി അവതരിപ്പിച്ച പ്രമേയം ഇപ്പൊ പാസ്സാക്കിയില്ല എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? സലിം മാലിക്കുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സലിം, അങ്ങനെയൊരു പ്രമേയമില്ലെന്നാണല്ലോ മേയർ പറയുന്നത്. എന്താണ് ബി.ജെ.പിയുടെ ആരോപണം? സലിം. ഉന്മേഷ്, ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട തർക്കം തന്നെ അതാണ്. അങ്ങനെ ഒരു പ്രമേയമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഈ സംഭവം ഈ മേയർ ഡ്രൈവർ തർക്കം നടന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസം കൂടിയ ഈ നഗരസഭാ കൗൺസിലിലായിരുന്നു അത്തരത്തിലൊരു പ്രമേയത്തിനുള്ള ശ്രമം നടത്തിയത്. LDF അംഗങ്ങൾ ഈ മേയറെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രമേയം, ഒരു വാക്കാൽ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടും പിന്നീട് ആ വിഷയത്തിലെ വലിയ ചർച്ചയ്ക്ക് ഒടുവിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. അതിനുശേഷം ഈ സ്വാഭാവികമായും ഭൂരിപക്ഷം, കൗൺസിലിൽ ഭൂരിപക്ഷമുള്ള ഇടതുപക്ഷം അത് പ്രമേയം പാസാക്കി എന്നുള്ളതായിരുന്നു BJP അംഗങ്ങൾ കരുതിയിരുന്നത്. പക്ഷെ അത് ഒരു പ്രമേയമായി പൂർണ്ണ രൂപത്തിൽ പാസാക്കിയിരുന്നില്ല. വാക്കാൽ പ്രമേയമായി അവതരിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് അതൊരു ഔദ്യോഗിക രേഖയായി പാസാക്കിയിരുന്നില്ല. പക്ഷേ ഇന്ന് ആ പ്രമേയം പിൻവലിക്കണം, അത് വാക്കാൽ പ്രമേയമാണെങ്കിൽ പോലും അത് പിൻവലിക്കണം എന്നുള്ളതായിരുന്നു BJP അംഗങ്ങളുടെ ആവശ്യം. മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു സ്പെഷ്യൽ കൗൺസിൽ ഇന്ന് ചേർന്നത്. അതിനിടയിലാണ് BJP അംഗങ്ങൾ ഈ വിഷയം ഉയർത്തിക്കാട്ടിയത്. കോടതിയിൽ നിന്ന് പോലും തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെ പിന്തുണയ്ക്കാൻ വേണ്ടി എടുത്ത പ്രമേയം പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പോൾ മേയർ അങ്ങനെ ഒരു പ്രമേയമേ ഇല്ല, പിന്നെ എങ്ങനെ പിൻവലിക്കുമെന്നാണ് ചോദിച്ചത്. അങ്ങനെ ഈ നഗരസഭാ കൗൺസിലിൽ വലിയ ബഹളം നടന്നു. ബിജെപിയുടെ കൗൺസിലർമാർ വലിയ നിലയിൽ ബഹളം വയ്ക്കുകയും അതിനുശേഷം ഈ കൗൺസിൽ ബഹിഷ്കരിച്ച് മുദ്രാവാക്യവുമായി പുറത്തു പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പ്രമേയമില്ലല്ലോ എന്ന ചോദ്യത്തിനാണ് BJP കൗൺസിൽ അംഗങ്ങൾ മറുപടി പറഞ്ഞത്. അത് ഇങ്ങനെയായിരുന്നു: വാക്കാൽ പ്രമേയമാണെങ്കിൽ പോലും അതിന് മറ്റ് അംഗങ്ങളുടെ കൂടി അനുമതി വേണം. അതില്ലാത്ത സ്ഥിതിക്ക് അത് ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് BJP അംഗങ്ങൾ ബഹിഷ്കരിച്ചത്. UDFന്റെയും പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.